രാമങ്കൾ ഇത് എവിടെ പോയി കിടക്കണോ? നീ അവൻ വരാത്തതിന് നിനക്ക് ഇത്ര ടെൻഷൻ തരുന്ന? ടെൻഷനൊന്നും ഇല്ല, അല്ല ഞാൻ ചോദിക്കായിരുന്നു എവിടെ പോയെന്ന്. അവൻ ഇനി വരുമ്പോ രാത്രിയാകും. രാത്രിയാ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അതെന്ത് രാത്രി പാവ രാമങ്കള് ഒറ്റയ്ക്കല്ലേ വരണത്? ഒറ്റയ്ക്ക് വന്ന് എന്ത് കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. അവൻ പോയതുപോലെ തിരിച്ചു വരും. 10 വേണം 10 വേണം പറഞ്ഞിട്ട് കാര്യം. എന്തൊരു പറഞ്ഞത്? നീ വയസ്സ് 70 കേട്ടാ. എനിക്ക് ചെവിക്ക് വലിയ ഓട്ടൊന്നും വരുന്നിട്ടില്ല. കേക്കാം. അപ്പൊ ആരോ പറഞ്ഞു, ആരോ വരണ. നീയാ? ഓ ഞാൻ തന്നെ. നിന്റെ പോളിസി പരിപാടിയൊക്കെ നിർത്തിയാ നീ? അതൊക്കെ വിട്ട് ഞാൻ. എന്ത്? അതിപ്പം ചുമ്മാ വീടുകളിലേക്ക് കയറി ഇറങ്ങി നടക്കാനല്ലാതെ ഒരു കാര്യം നടക്കില്ലെന്ന്. നമുക്ക് ഒന്നും കിട്ടണില്ല. നീ ഇപ്പൊ എന്ത് വന്നത്? വണ്ടി ഓടിക്കൊണ്ടിന്ന് പെട്ടെന്ന് ഓഫായി. സ്റ്റാർട്ട് ആവണില്ല. എണ്ണ വല്ലതും അടിച്ചാ? പിന്നെ പെട്രോൾ പമ്പ് പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങി വഴിക്കല്ലേ ഓഫായി പോയി. തന്നെ നോക്കട്ടെ. പിങ്കി അല്ലേ പേര്? ഓർമ്മയുണ്ടല്ലേ? പിന്നെ മറക്കാതിരിക്കോ. പിന്നെ ഇപ്പൊ എന്താ പരിപാടി? എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ പഠിക്കാണോ? ഞാൻ പഠിക്കാം, അന്ന് പറഞ്ഞില്ലേ. ഓ കോളേജിലല്ലേ? പിന്നെ ക്ലാസ്സിനൊക്കെ പോവാറുണ്ടോ അതോ വീട്ടിൽ തന്നെ? വല്ലപ്പോഴൊക്കെ. പഴയതുപോലെ എങ്ങനെ ആൾക്കാരൊക്കെ കൊല്ലാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. അതിലൊന്നും ഒരു കുറവില്ല അല്ലേ? മാമ അല്ല നടക്കൂ. സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ആളെ കിടലാൻ തന്നെ. എങ്ങനെ എങ്ങനെ? 150 രൂപ. 150? ഊരിയിട്ട് ഊതിയിട്ട് കുത്തീന് 150? അങ്ങനെയാണെങ്കിൽ നീ ഊതിയിട്ട് കുത്താത്തുണ്ട് ഇവിടെ കൊണ്ടുവന്ന എന്തിന്? അങ്ങനെ പറയാതെ നിങ്ങൾ ഒരുമാതിരി. ഡേയ് ഇതേ എന്റെ എക്സ്പീരിയൻസിനുള്ള പൈസയാണ് ഞാൻ വാങ്ങിക്കുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ ഇത്രയും പൈസ ഉണ്ടോ? അത് തന്നേ പറ്റൂ മക്കളെ. ഞാനൊന്നും പറയണില്ല. പോട്ടോ. പിന്നെ വല്ലോണ്ട് വരാം. ശരി ശരി ശരി. അപ്പൊ സോയേ ഒന്നുമില്ലേ? പിന്നെ ജിന്നു ഇവിടെ ഇല്ലേ? എവിടെ കേട്ടോ? പുറത്തുവരെ പോയത്. പഴം എവിടെ? ഏത് പഴം? ഇങ്ങനെ എന്തോ ചേട്ടാ പഴം വാങ്ങിക്കാല്ലേ അങ്ങോട്ട് പോയത്. പഴം എവിടെ? അതല്ലേ അവൻ തട്ടിപ്പറിച്ചിട്ട് ഓടിയത്. എടി ഞാൻ കടയിൽ നിൽക്കായിരുന്നു കേട്ടോ പഴം വാങ്ങിച്ചോണ്ട്. പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ ഇങ്ങനെ എടുത്ത് കൊടുത്തത് എന്റെ കയ്യിൽ നിന്ന് പഴത്തിന്റെ കവർ പൈസ പിടിച്ചോണ്ട് കൊടുത്ത് ഒറ്റ ഓട്ടം. പഴവും പൈസയും കൂടെ പിടിച്ചു വെച്ചോണ്ട് ഓടി കളഞ്ഞു. എന്നിട്ട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാ പറ. എടി ഹോട്ടലിൽ കയറി ഹോട്ടലിലെ സാധനങ്ങളെല്ലാം തട്ടിയിട്ട് പൊട്ടിച്ച് ലാസ്റ്റ് ഹോട്ടലുകാരനെ പിടിച്ചു വെച്ചിരുന്നു. ഹോട്ടലിൽ കയറി അവ ഓടി ഹോട്ടലിൽ കയറി അതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു മൊത്തം. നാശനഷ്ടമൊക്കെ അതല്ലേ പറഞ്ഞു. നാശനഷ്ടം ഉണ്ടാക്കി അമ്മരെന്നെ അവിടെ പിടിച്ച് നിർത്തി. പക്ഷെ ഞാൻ വേറെ കൂട്ടുകാരനെ വിളിച്ചു ചോദിച്ചു. അവൻ വന്ന പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എത്ര രൂപ കൊടുത്ത്? 6,000-7,000 രൂപ കൊടുത്തു. ഒരു പഴം വാങ്ങിക്കാൻ പോയാൽ എന്തൊരു നഷ്ടം ദൈവമേ ഇത്. അതെ അങ്കിൾ അവിടെ റെഡി ഇവിടെ അതല്ല. എന്നിട്ട് അവരെല്ലാം ഉപദ്രവിച്ച? ഉപദ്രവിക്കണ വക്കിലെത്തിയടി. എന്റെ ജീവനം കൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് ഒട്ടും വയ്യ. എന്നിട്ട് പൈസ ഉണ്ടാ? എന്നിട്ട് പൈസ നീ ചുമ്മാ എനിക്ക് ഒന്നും ചോദിക്കില്ല. എനിക്ക് വയ്യ. അങ്കിൾ ഈ ഗ്ലാസും കഴുകി വെച്ചേരെ.
ഞാൻ കിടക്കാൻ പോണു പോട്ട്. ഓ അയ്യോ ശരി, ഞാൻ ഈ ഷേക്ക് എങ്ങനെ ഉണ്ടാക്കും? ഷേക്ക് നാളെ ഉണ്ടാക്കാം. ശ്ശെ, ആ ഒരു മൂഡിൽ വന്നേക്കായിരുന്നു ഷേക്ക് ഉണ്ടാക്കാനുള്ള. ആണല്ലേ? ശരി. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നേ, ചേട്ടാ കൂട്ടുകാരൻ വന്നില്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചു നോക്ക്. അത് അവസ്ഥയാ. പക്ഷെ അതല്ല ഞാൻ ആലോചിക്കണത്, ഈ ആ പൈസ 6000-7000 രൂപ അത് ഇനി ഞാൻ കൊടുക്കണ്ടേ? കൊടുക്ക്. ഏത് നേരത്താണോ ഒന്ന് എനിക്ക് യൂട്യൂബിൽ ആ വീഡിയോ കാണാൻ തോന്നി ഒന്ന് പഴം വാങ്ങിച്ചോണ്ട് വരാൻ കണ്ടാ. അയ്യോ, അപ്പൊ എന്റെ പൈസ അതിന് ആരും അങ്കിൾ. വെറുതെ പോയി ചോദിച്ച് തേപ്പ് വാങ്ങിച്ചല്ല. ഇവളെയൊക്കെ ഫോണേ എടുക്കല്ലേ ഇനി. അതങ്ങനെ അവളിപ്പോ എന്റെ ഫോൺ എടുക്കുന്നില്ല. അങ്കിൾ അങ്കിൾ റേഞ്ച് കിട്ടില്ലടി. അങ്കിളെ കാശ് കാശ് എന്റെ കാര്യം തന്നെ പറഞ്ഞിട്ട് എന്തത് പണിയാണ്. എന്തത് പണി? പ്രശ്നം. എന്ത് പ്രശ്നം? നിനക്ക് ഞാൻ ഒരു കഥ പറഞ്ഞിട്ട് കാല് കാല് പറ. എന്തോന്നു? കഥ പറ. ആ കഥ കഥ എടീ, രാവിലെ തന്നെ ഞാൻ പൈസ കൊണ്ടുവന്ന് അവക്ക് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി. എന്നിട്ട് നമ്മൾ ആഹാരം കഴിച്ച് അവള് പാഴ്സലൊക്കെ വാങ്ങിച്ചു. അതിന് എന്നിട്ട് അവള് നേരെ ഡോറിന് അങ്ങോട്ട് പോയിട്ട് ഒരു കാറിനകത്ത് ഫോൺ വിളിച്ചോണ്ടിരുന്നു. ഫോൺ വിളിച്ചോണ്ടിരുന്നിട്ട് അവള് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവളെ കാണാനില്ല. എവിടെ പോയി? അതാണ് എനിക്ക് പറഞ്ഞത്. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. ആൾക്കാർ അവിടെ പിടിച്ചേർത്തി മാവ് മറ്റേ എന്തോന്നു മാവാട്ടിപ്പിക്കാതിരുന്നത് എന്റെ ഭാഗ്യം. അവന്മാര് വേണം പിടിച്ചേനെ. അത് തന്നെ ആ പൈസ ഞാൻ കൊടുത്തു. ആഹാരത്തിന്റെ പൈസ കൊടുത്താൽ ഞാൻ വിടും. എന്നിട്ട് ഞാൻ വിളിച്ചു അവളെ. വിളിച്ചിട്ട് അവള് ഫോൺ അപ്പൊ എന്റെ കാശ് ആഹാരത്തിന്റെ പൈസ അവള് തന്നില്ലടി. അപ്പൊ പിന്നെങ്ങനെ മറ്റേ കാശ്? കാശില്ല. കാശ് ഇല്ല. അങ്കിളെ ചുമ്മാ കളിക്കല്ലേ. എനിക്ക് കോളേജ് കൊടുക്കാനുള്ള കാശാണ്. 2 ദിവസത്തിനകത്ത് കൊടുക്കാം. കോളേജ് തന്നെയല്ലോ. 2 ദിവസം എനിക്ക് നാളെ കൊടുക്കണം. നാളെ പൈസ കിട്ടണ്ടേടി. പൊന്നങ്ങളെ മിസ് അച്ഛനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. മിസ് അച്ഛനാ? എന്റെ മിസ് അച്ഛനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും കാശ് കൊടുത്തില്ലെങ്കിൽ. ഞാൻ വെച്ച് കാശ് മിസ്സായെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കും. ഇനി ഞാൻ പൈസ തരുമെന്ന് തോന്നുന്നില്ല. കാശ് തരാടി 2 ദിവസം ആവട്ടെ. നീ പിടക്കല്ലേ? നാളെ തന്നെ കിട്ടണം. ഭീഷണിയല്ലേ സോരോ? കൊള്ളാല്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. എന്തോന്നു? എന്റെ കാശ് മേടിച്ചു പറഞ്ഞോളൂ. എന്നല്ലേ ആരും പറയാൻ പോണത്? അപ്പൂന്റെ അടുത്തും അപ്പച്ചടുത്തും എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. അവരങ്ങനെ വിശ്വസിക്കൂ? എന്ത് നീ കാശ് തന്നെ എന്ത് തെളിവുണ്ട്? തെളിവില്ല, പക്ഷെ ഞാൻ പറഞ്ഞ അവർ വിശ്വസിക്കും. അപ്പൊ നീ അവരുടെ മാത്രമാക്കണ്ട. നീ സ്റ്റേഷനിൽ ഒരു പരാതി കൂടെ കൊടുക്കും. ഞാൻ പൈസ തരണില്ല. തരൂലല്ലേ? ഇല്ല. അല്ലെങ്കിൽ ഞാൻ 100 ടെൻഷൻ എന്റെ ചെവിക്കല്ലി ഞാൻ അടിച്ചിരിക്കും. പോ സ്ഥലത്തിന് പോ. കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം.